Hi dear students, welcome again. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എൻട്രോപ്പി ഓഫ് വാട്ട്, ആദ്യം പെർഫെക്റ്റ് ഗ്യാസിൻ്റെ എൻട്രോപ്പി, പിന്നീട് എൻട്രോപ്പി ആൻഡ് അവൈലബിൾ എനർജിയും, ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എൻട്രോപ്പി ആൻഡ് ഡിസോർഡറുമാണ് അല്ലേ. നമ്മൾ ഇത് ലാസ്റ്റ് ലെക്ചറാണ്, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ലെക്ചറാണ് ഞാനിപ്പോൾ ഡെലിവർ ചെയ്യുന്നത്. എനിവേ അതിൽ ഫസ്റ്റ് രണ്ട് ടോപ്പിക്കേ ഡിസ്കസ് ചെയ്യാനുള്ളൂ, നെർൺസ്റ്റ് തിയറവും പിന്നെ ടി എസ് ഡയഗ്രവും. ഓക്കെ, അതായത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം, അത് ഉപയോഗിച്ചിട്ട് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ വലിയ പ്രയാസമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നെർൺസ്റ്റ് തിയറം നോക്കാം. നെർൺസ്റ്റ് തിയറം അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ നേരത്തെ സെക്കൻഡ് ലോ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ദിസ് ഈസ് ദി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, തെർമോഡൈനാമിക്സ് കറക്റ്റ് ആണല്ലോ, റൈറ്റ്. അപ്പോൾ ഇതിന് നമുക്ക് നെർൺസ്റ്റ് തിയറം അല്ലെങ്കിൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിവേ നമുക്ക് ആദ്യം എന്താണ് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ ശേഷം നമുക്ക് ടി എസ് ഡയഗ്രത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആബ്സല്യൂട്ട് സീറോയിലേക്ക്, ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് സീറോയിലെത്തുമ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബോഡി അല്ലേ അത് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, റൈറ്റ്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരുന്നത് നെർൺസ്റ്റ് തിയറമാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു നെർൺസ്റ്റ് തിയറം, ദി ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഓൾ സോളിഡ്സ് ടെൻഡ് ടു സീറോ ആസ് ദി അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ ഈസ് അപ്രോച്ച്ഡ്, ആൻഡ് that the internal energies and entropies of all substances become equal there, approaching their common value tending to zero. വളരെ ക്ലിയർ ആണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പറയുന്നത്, അബ്സല്യൂട്ട് സീറോ, ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ എത്തുമ്പോൾ ഏത് എന്താ പറയുക, നിങ്ങളൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്താവുന്നു, സീറോ ആവുന്നു. അതിൽ ഹീറ്റ് എനർജി ഇല്ലെന്നർത്ഥം. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി സീറോ ആവുന്നു വെൻ ദി ടെമ്പറേച്ചർ അപ്രോച്ചസ് ടു ആബ്സല്യൂട്ട് സീറോ. ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ അത് 0 കെൽവിനാണ്. ഓക്കെ, അതായത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ്, 273.15 എന്നൊക്കെ ഉണ്ട്. എനിവേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അല്ലേ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 0 കെൽവിൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സോളിഡിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്, യെസ്, ഇറ്റ്സ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് 0 ദർ. അപ്പോഴേ അതിലുള്ള ഹീറ്റ് എനർജി 0 എന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ ഐസിൻ്റെ ടെമ്പറേച്ചർ ചോദിച്ച് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസാ അല്ലേ, കെൽവിനിൽ പറഞ്ഞാൽ 273 കെൽവിനാണ്. ഓക്കെ, അപ്പോൾ ഐസിൽ പോലും ഹീറ്റ് എനർജി ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഐസ് ആബ്സല്യൂട്ട് 0 അല്ല. നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ 0 അല്ലേ എന്ന് പറയുന്നത്, സെൽഷ്യസ് സ്കെയിലാണ് 0 ഐസിൻ്റെ ടെമ്പറേച്ചർ. പക്ഷെ നമ്മൾ നമ്മുടെ SI യൂണിറ്റായ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഏതാ, കെൽവിനാണ്. ആ കെൽവിൻ യൂണിറ്റിൽ പറയുമ്പോൾ അത് 273 ആണ്. ഓക്കെ, കെൽവിനാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, മറക്കരുത്. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, 0 കെൽവിനാണ്. ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എനിവേ അപ്പോൾ ആ 0 കെൽവിനിൽ ഹീറ്റ് കപ്പാസിറ്റി 0 ആണ്. അവിടെ നിർത്തിയിട്ടില്ല, അവിടെ കൂടെ അഡീഷണലി നിങ്ങൾ ആഡ് ചെയ്യണം എന്ന്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും 0 ആയിരിക്കും, അതുപോലെ തന്നെ എൻട്രോപ്പി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയ കാര്യമാണ്. അവിടെ എൻട്രോപ്പിയും ഇൻറ്റേർണൽ എനർജിയും എന്താവുന്നു, 0യിലേക്ക് വരുന്നു. എൻട്രോപ്പി 0 എന്ന് പറഞ്ഞാൽ, യെസ്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയ എന്താ, എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് ഡിസോർഡർ എന്നാണ് അല്ലേ. അപ്പോൾ എൻട്രോപ്പി 0 എന്ന് പറഞ്ഞാൽ ഡിസോർഡർ 0 ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് സിസ്റ്റം ഈസ് ഇൻ പെർഫെക്റ്റ് ഓർഡർ. അപ്പോൾ
ഡിസോർഡർ ഇല്ലാത്ത ഒരു സിസ്റ്റമായിട്ട് മാറും. അത് എത്ര ടെമ്പറേച്ചറിൽ? അബ്സല്യൂട്ട് സീറോയിൽ, ദാറ്റ് മീൻസ് 0 കെൽവിനിൽ. കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ എഴുതാം. ഓക്കെ, യു ജസ്റ്റ് ലിസൺ. ഓക്കെ, എന്താണ്? ദ ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഓൾ solids tend to 0 as the absolute zero of temperature is approached, and that the internal energies and entropies of all substances become equal to approaching their common value tending to 0. കറക്റ്റ് അല്ലേ? അപ്പോൾ എനിവേ ഇതാണ് അതിൻ്റെ ജനറൽ ഡെഫിനിഷൻ. അപ്പോൾ ഇക്കാര്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, at absolute 0 entropy becomes 0 and the solid will be in perfect order. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ എൻട്രോപ്പി 0ലേക്ക് ടെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ മോളിക്യൂൾ ഓഫ് ദ സിസ്റ്റം എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ് ഓർഡറിലായിരിക്കും. ഓക്കെ, റൈറ്റ്. അതങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയിട്ട് വേണമെങ്കിൽ ഇതേ തിയറം തന്നെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദി തേർഡ് ലോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇനി TS ഡയഗ്രമാണ്. ഓക്കെ, ഇത് പഠിക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ ഇല്ലേ, എ പാർട്ടിലോ അല്ലെങ്കിൽ ബി പാർട്ടിലോ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. You have to learn this. Okay, so next we discuss TS diagram, temperature entropy diagram. That is too important. കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിനാണെന്ന് തോന്നുന്നു, യൂണിവേഴ്സിറ്റി എക്സാമിനാണെന്ന് തോന്നുന്നു, ആ ചോദ്യം വന്നിട്ടുണ്ട്. TS ഡയഗ്രാം വരച്ചിട്ട് അതിൽ നിന്ന് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണേ. അപ്പോൾ നമുക്ക് നോക്കാം. So TS diagram or the temperature entropy diagram. Okay, okay, I will write down the name here. Temperature entropy diagram. Okay, anyway, നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് എന്തെന്ന്, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എത്ര തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് നമുക്ക് ആവശ്യമാണ്? കോർഡിനേറ്റ്സ് ആവശ്യമാണ് 2 എണ്ണം, അറ്റ് എ ടൈം 2 എണ്ണം. അതിൽ നമ്മൾ ഡിഫറൻറ്റ് പോസിബിലിറ്റീസ് നമ്മൾ എടുക്കാറുണ്ട്. PV അല്ലേ, ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലെ ഓക്കെ, പെർഫെക്റ്റ് ഗ്യാസിൻ്റെ എൻട്രോപ്പി കണ്ടത് PVയിൽ കണ്ടിട്ടുണ്ട്, ടെമ്പറേച്ചർ പ്രഷറിൽ കണ്ടിട്ടുണ്ട്, ടെമ്പറേച്ചർ ആൻഡ് വോളിയത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഏതെങ്കിലുമൊക്കെ 2 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എടുത്തുകൊണ്ട്, തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള ഒരു പെയറാണ് ടെമ്പറേച്ചറും എൻട്രോപ്പിയും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ പ്രഷർ, ടെമ്പറേച്ചർ വോളിയം, പ്രഷർ വോളിയം, ടെമ്പറേച്ചർ എൻട്രോപ്പി, അതിൽ നമ്മളിപ്പോൾ എടുക്കുന്നത് ഏതാണ്? യെസ്, ദിസ് ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി. അതിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു സെക്ഷനാണ്, വലിയ പ്രയാസമൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ യു ജസ്റ്റ് ലിസൺ. Among these pairs we are taking temperature and entropy. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് കാർനോട്ട് സൈക്കിളാണ്. ഓക്കെ, കാർനോട്ട് സൈക്കിളിന് എങ്ങനെ? കാർനോട്ട് സൈക്കിൾ നമ്മൾ വരച്ചത് എവിടെയാ? യെസ്, PV ഡയഗ്രാമാണ് വരച്ചത് അല്ലെ? പ്രഷർ വോളിയം ഉപയോഗിച്ചിട്ടാണ് കാർനോട്ട് സൈക്കിൾ നമ്മൾ ഇത്ര നാൾ നമ്മൾ വരച്ചിട്ടുള്ളത് അല്ലേ? ഇൻഡിക്കേറ്റർ ഡയഗ്രാം PV ഡയഗ്രാമാണ്. അപ്പോൾ അതിന് പകരം ഞാൻ അതിനെ എങ്ങോട്ട് മാറ്റുവാണ്? TS ഡയഗ്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും നമ്മുടെ പഴയ കാർനോട്ട് സൈക്കിൾ ഇവിടെ വരയ്ക്കാം. ജസ്റ്റ് ലിസൺ. ഓക്കെ, ഐ വിൽ ഡ്രോ റൈറ്റ് ഹിയർ. ഓക്കെ, this is y-axis and this is x-axis. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു PV ഡയഗ്രാം. ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ y-ആക്സിസ് അതെന്താണ്? പ്രഷറാണ്. x-ആക്സിസ് വോളിയമാണ് അല്ലേ? നമ്മളിങ്ങനെയല്ലേ എടുക്കാറ്, ഓർമ്മയില്ലേ? ഇവിടെ
ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഡയഗ്രം എന്ന് പറഞ്ഞാൽ. റൈറ്റ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ എങ്ങനെയാണ് ഡയഗ്രം വരച്ചത്? യെസ്, ഐ വിൽ ഷോ യു. യെസ്, ഇതാണ് നിങ്ങളുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. അവിടെ നമ്മൾ എ ബി സി ഡി തന്നെയാണ് ഡിനോട്ട് ചെയ്തത്, അതുകൊണ്ട് അതേ പേര് ഞാൻ ഇവിടെ കൊടുക്കാം, എ ബി സി ഡി, വേർ എ ബി ഡിനോട്ട്സ് ദി ഐസോതെർമൽ പോരട്ടെ ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലേ. എ ബി ഈസ് ദി ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് T1. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം, ദാറ്റ് ഇസ് Q1. Q1 എമൗണ്ട് ഓഫ് ഹീറ്റാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇനി ബി സി എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, എക്സ്പാൻഷൻ തന്നെയാണ്, അതെന്തുകൊണ്ടാണ് വോളിയം ഇൻക്രീസ് ആണല്ലേ. ബിയിനേക്കാളും വോളിയം കൂടുതലാണ് സിയിൽ, നേരെ താഴേക്ക് വരച്ച് നോക്കിയാൽ മതി. റൈറ്റ്, സോ ദിസ് ഈസ് ബി സി ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അഡിയാബാറ്റിക് ആയതുകൊണ്ട് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, മാറും. ബിയിൽ T1 ആണ് ടെമ്പറേച്ചർ എങ്കിൽ സിയിലെത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ എത്രയായി, T2 ആയി. ഓക്കെ, ടെമ്പറേച്ചർ ഈസ് T2. നൗ സിന്ന് ഡിയിലേക്ക്, അത് ഐസോതെർമൽ കംപ്രഷനാണ്. ആ ടെമ്പറേച്ചർ T2, ടെമ്പറേച്ചർ മാറുന്നില്ല, അതുകൊണ്ട് തന്നെ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യണം, അവിടുന്ന് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിയിലേക്ക് എത്തി. ഡി നേരിലേക്ക് അഡിയാബാറ്റിക് കംപ്രഷനാണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, T2 നിന്ന് നേരെ എയിലേക്ക് എത്തുമ്പോൾ എന്തിലേക്ക് മാറും, T1ലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഡിയിൽ ടെമ്പറേച്ചർ T2 ആണ്, അത് എയിലേക്ക് എത്തുമ്പോൾ എന്തായി മാറും, T1 ആയി മാറും. റൈറ്റ്, സോ ദിസ് ഈസ് അവർ PV ഡയഗ്രാം ഓഫ് ഓർ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓഫ് വാട്ട്, കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഇതാണ് കാർനോട്ട് സൈക്കിൾ. റൈറ്റ്, കാർനോട്ട് സൈക്കിൾ. ഓക്കെ, അത് ഏതിൽ നമ്മൾ വരച്ചിരിക്കുന്നത്, PV ഡയഗ്രാം. റൈറ്റ്, ഇനി നമുക്കിതിനെ നേരെ TS ഡയഗ്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, വി ആർ ട്രാൻസ്ഫോമിങ് ദിസ് ഇൻ ടു എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്, TS ഡയഗ്രാം. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ടിയും എസും ഉൾക്കൊള്ളിക്കുന്ന ആക്സിസുകൾ വരയ്ക്കാം. ഓക്കെ, റൈറ്റ്, അപ്പോൾ ഇതാണ് എൻ്റെ ഏത് എക്സും വൈയും ആക്സിസ്. ദിസ് ഈസ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് എക്സ് ആക്സിസ്. ഞാൻ വൈ ആക്സിസുമ്മൽ എടുക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ, നേരത്തെ പി ആണെങ്കിൽ ഇപ്പം എടുക്കുന്നത് ടെമ്പറേച്ചർ. അപ്പോൾ എക്സ് ആക്സിൽ ആരായിരിക്കും, യെസ്, എൻട്രോപ്പി, യെസ്. ഓക്കെ, കാണുന്നില്ലേ. റൈറ്റ്, ഇനി നമുക്ക് നോക്കാം. ഇനിയാണ് നമ്മൾ ഇത്ര പഠിച്ച കുറച്ച് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. എ ബി എന്ന് പറയുന്നത് ഐസോതെർമൽ അല്ലേ, ഇവിടെ എഴുതണോ, എ ബി റെപ്രസെൻറ്റ്സ് വാട്ട്, എ ബി എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് അല്ലേ. ബി സി എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. സി ഡി എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഓക്കെ, ഡി എ എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. ഓക്കെ, റൈറ്റ്. സോ എ ബി ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷനോ കംപ്രഷനോ എന്നുള്ള അവിടെ വെക്കട്ടെ, അതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്, പക്ഷേ എൻട്രോപ്പി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ടി എസ് ഡയഗ്രം എങ്ങനെ ഉണ്ടാവുക, യെസ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻട്രോപ്പി ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടി എസ് ഡയഗ്രത്തിൽ അത് എൻട്രോപ്പി ആക്സിസിന്, അതായത് എക്സ് ആക്സിസിന് പാരലായിരിക്കും. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല അല്ലേ. യെസ്,
ദിസ് ഈസ് ഹൗ ദി ഡയഗ്രാം ലുക്സ് ലൈക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത്, യെസ്, എ ബി, ഐസോതെർമൽ എക്സ്പാൻഷൻ. അടുത്തത് അഡിയാബാറ്റിക് എക്സ്പാൻഷനാണ്. അഡിയാബാറ്റിക് പ്രോസസ്സ്, എൻട്രോപ്പി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റൻറ്റ്, ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അഡിയാബാറ്റിക്കിൽ എന്താ കോൺസ്റ്റൻറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേനു. ആ ക്വസ്റ്റ്യൻ ആണ് എൻട്രോപ്പി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓർമ്മയില്ല നിങ്ങൾക്ക്? അഡിയാബാറ്റിക് പ്രോസസ്സിൽ കോൺസ്റ്റൻ്റ് ആയ പാരാമീറ്ററാണ് ആര്, എൻട്രോപ്പി. പക്ഷേ അഡിയാബാറ്റിക് പ്രോസസ്സിൽ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി BC എന്ന് പറയുന്ന അഡിയാബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് അവിടെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ അതെങ്ങനെ വരിക, നമ്മുടെ Y ആക്സിന് ടെമ്പറേച്ചർ ആക്സിസിന് പാരലായിട്ട്, അതായത് ഓക്കെ, റൈറ്റ്, കുഴപ്പമുണ്ടോ? ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ദി BC. ഇതാണ് ഏത്, BC, അതായത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് വീണ്ടും ഐസോതെർമൽ കംപ്രഷനാണ്. അപ്പോൾ അത് എൻട്രോപ്പി ആക്സിന് പാരലായിട്ട് വരും അല്ലേ? കാരണം ടെമ്പറേച്ചർ മാറാൻ പാടില്ല, പക്ഷെ എന്ത് മാറണം, എൻട്രോപ്പി മാറണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നതാണ് ഏത്, നിങ്ങളുടെ ഐസോതെർമൽ കംപ്രഷൻ അഥവാ CD. ഇവിടെ PV ഡയഗ്രത്തിൽ CD കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയാണ് വരിക. കറക്റ്റ് അല്ലേ? കുഴപ്പമുണ്ടോ? എന്തുകൊണ്ടാണ് CD ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയത്? എന്തുകൊണ്ടാണ് പാരലൽ ടു എക്സ് ആക്സിസ് ആയത്? എൻട്രോപ്പിക്ക് പാരലായിട്ട് വന്ന് എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, എൻട്രോപ്പി ചേഞ്ച് ചെയ്യണം. ഏത് പ്രോസസ്സിൽ? ഐസോതെർമൽ പ്രോസസ്സിൽ. നമുക്കറിയാം ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ CD എന്ന് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, എൻട്രോപ്പി ചേഞ്ച് ചെയ്യണം. ഓക്കെ, യെസ്. ഫൈനലി DA, അത് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്, ശരിയല്ലേ? അഡിയാബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റൻറ്റ് ബട്ട് ടെമ്പറേച്ചർ ചേഞ്ചസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരിക? യെസ്, Dന്ന് Aയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മിക്കുക എന്തായിരിക്കണം, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അഡിയാബാറ്റിക് ആയതുകൊണ്ട്, ബട്ട് ടെമ്പറേച്ചർ വേരി ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ ഇതാണ് ഒരു TS ഡയഗ്രാം ഓഫ് ആര്, നിങ്ങളുടെ കാർനോട്ട് സൈക്കിൾ. ഓക്കെ, അപ്പോൾ കാർനോട്ട് സൈക്കിളിൻ്റെ TS ഡയഗ്രാം നമുക്ക് കിട്ടി. ABCD, അതൊരു സ്ക്വയർ ആണ് അല്ലേ? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, A to B ടെമ്പറേച്ചർ എത്രയാണ്? T1 ആണ്. B to C ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. Bന്ന് Cയിലേക്ക് എത്തുമ്പോൾ ടെമ്പറേച്ചർ മാറി എങ്ങോട്ടെത്തി? T2ലേക്ക് എത്തി. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് CD. D നേരിലേക്ക് എത്തുമ്പോൾ വീണ്ടും T2 എന്തായി? T1 ആയിട്ട് മാറി. ഇനി B to C അഡിയാബാറ്റിക് അല്ലേ? എന്ന് Bന്ന് Cയിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ആര് കോൺസ്റ്റൻ്റാ? എൻട്രോപ്പി കോൺസ്റ്റൻ്റാ അല്ലേ? കറക്റ്റ് അല്ലേ? അതേപോലെ D to A എൻട്രോപ്പി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് S1, ദിസ് ഈസ് S2. ഓക്കെ, അപ്പോൾ BC എൻട്രോപ്പി ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണ് ADയിൽ, അതുപോലെ തന്നെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. കാരണം അത് രണ്ടും BCയും DAയും എന്താണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റ് അല്ലേ? ഇനി ഇതിൽ നിന്ന് എങ്ങനെ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ കാൽക്കുലേറ്റ് ചെയ്യാം? റൈറ്റ്, സോ യു ജസ്റ്റ് ലിസൺ. ഒരുപാട് പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ RHS അതൊക്കെ മയക്കുവാണേ. യെസ്, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി എഫിഷ്യൻസി. ഓക്കെ, നമ്മൾ എന്ത് കാണാൻ പോവാണ്? എഫിഷ്യൻസി. നിങ്ങൾക്കറിയാം ഏത് Bയിലേക്കുള്ള ലൈൻ നോക്കുക. നിങ്ങൾ TS ഡയഗ്രാം നോക്കണ്ടോ? ഇപ്പുറത്തുള്ള PV ഡയഗ്രാം നോക്കുക വേണ്ട, TS ഡയഗ്രാം നോക്കുക, AB നോക്കുക. ഓക്കെ, അതൊരു ഐസോതെർമൽ പ്രോസസ്സാണ് ആണല്ലോ. അപ്പോൾ അവിടെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ
എന്ന് ബിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബിയിലെ എൻട്രോപ്പി മൈനസ് എയിൽ എൻട്രോപ്പി. ബിയിലെ എൻട്രോപ്പി S2 ആണ് അല്ലേ. സോ S2 മൈനസ് S1 ദാറ്റ് ഇസ് ദി ചേഞ്ച് ഇൻ എൻട്രോപ്പി. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? നിങ്ങൾ പറഞ്ഞോ. S2 മൈനസ് S1 ഈക്വൽ ടു അവിടുന്ന് എത്ര ഹീറ്റാണ് അവിടെ അത് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നത്? ഇവിടെ അത് പി വി ഡയഗ്രം നോക്ക്. Q1 അല്ലേ. ഞാനത് ഇവിടെ Q1 എന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ നോക്കാൻ പറഞ്ഞത്. എനിവേ നിങ്ങൾക്കറിയാം Q1 ബൈ AB ടെമ്പറേച്ചർ എത്രയാ? T1 ഉറപ്പല്ലേ. സോ എൻട്രോപ്പി ചേഞ്ച് ഈസ് Q1 ബൈ T1. ഇനി ഇത് ശരിക്കും വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക ചെയ്തത്. സോ ദിസ് ഈസ് ദി ഗെയിൻ ഇൻ എൻട്രോപ്പി അല്ലേ. അപ്പോൾ ഈ S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻ എൻട്രോപ്പി ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദി ഗെയിൻ ഇൻ എൻട്രോപ്പി. ഓക്കെ, ഓഫ് ഹും? വർക്കിംഗ് സബ്സ്റ്റൻസ്. നമ്മുടെ കാർനോട്ട് എഞ്ചിനിലെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, കറക്റ്റ് അല്ലേ? കുഴപ്പമുണ്ടോ? ഇല്ല. സോ ഗെയിൻ ഇൻ എൻട്രോപ്പി S2 മൈനസ് S1 ഈക്വൽ ടു Q1 ബൈ T1. ഇനി നിങ്ങൾ നോക്കുക, സിന്ന് ഡിയിലേക്ക് നോക്കുക അല്ലേ. നമുക്ക് ക്രമത്തിൽ വരാം. ബിന്ന് സിയിലേക്ക് വരാം. അവിടെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടോ? ഇല്ല. എൻട്രോപ്പി ചേഞ്ച് 0 ആണ്. എടാ BC എന്ന് പറഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ് അല്ലേ. അഡയാബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. എൻട്രോപ്പി ഇസ് എ കോൺസ്റ്റന്റ്. അഡയാബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് BCയിൽ എൻട്രോപ്പി ചേഞ്ച് ഇല്ല. അതുകൊണ്ട് 0. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ along BC no change in entropy. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് AB-യിലാണ്. ഓക്കെ, BC-യിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇല്ല. അടുത്തത് CD. ഓക്കെ, CD-യിൽ നിങ്ങൾ നോക്കിക്കോളൂ. എൻട്രോപ്പി സിന്ന് ഡിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ S1 മൈനസ് S2 എന്നാണ് എൻട്രോപ്പി വരിക. പക്ഷെ അവിടെ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താവുക ചെയ്യുന്നത്? യെസ്, നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. നിങ്ങൾക്ക് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വേണം. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ആദ്യം റിസർവോയറിൽ നിന്ന് ഹീറ്റ് Q1 അബ്സോർബ് ചെയ്ത് ഒരു വർക്ക് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ട് Q2 എന്ന് പറയുന്ന ഹീറ്റ് സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് CD-യിൽ എന്താവുക ചെയ്യുന്നത്? ഹീറ്റ് ലോസ് ആവുക ചെയ്യുന്നത് അല്ലേ. ഹീറ്റ് ലോസ് ആയാൽ അവിടെ എൻട്രോപ്പി എന്താവുക ചെയ്യുക? കുറയുക ചെയ്യുക. സോ ലോസ് ഇൻ എൻട്രോപ്പിയാണ് CD-യിൽ ഉണ്ടാവുന്നത്. എൻട്രോപ്പി വർക്കിംഗ് സബ്സ്റ്റൻസിന് എന്താവുക ചെയ്യുക? ലോസ് ആവുക ചെയ്യുക. ഏത്? സിന്ന് ഡിയിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ CD-യിൽ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ ശരിക്കും ഫൈനൽ S1 മൈനസ് S2 ഈക്വൽ ടു Q2 ബൈ T2 എന്ന് എഴുതണ്ടേ. പക്ഷേ Q2 ലോസ് ആയതുകൊണ്ട് മൈനസ് Q2 ബൈ T2 എന്ന് വരും. അപ്പോൾ അപ്പുറം ഇപ്പുറം മൈനസ് ഉണ്ടല്ലോ അല്ലേ. ഐ വിൽ റൈറ്റ് ഡൗൺ. ശരിക്കും S1 മൈനസ് S2 ഈക്വൽ ടു മൈനസ് Q2 ബൈ T2 എന്ന് വരിക. നിങ്ങൾ ഈ മൈനസിന് നേരെ ഇങ്ങോട്ട് എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? S2 മൈനസ് S1 ഈക്വൽ ടു Q2 ബൈ T2 എന്ന് കിട്ടും അല്ലേ. സോ ഞാൻ അങ്ങനെ എഴുതാം. S2 മൈനസ് S1 ഈക്വൽ ടു Q2 ബൈ T2. ഇത് മായ്ച്ചോളാം. ഓക്കെ, സോ along CD entropy change is S2 minus S1, that's equal to എന്താണ്? Q2 by T2. And this is loss in entropy, okay, of working substance. കുഴപ്പമില്ലല്ലോ. അപ്പോൾ CD-യും കിട്ടി. ഇനി അലോങ് DA അതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് നോ ചേഞ്ച് ഇൻ എൻട്രോപ്പി. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇത് കുഴപ്പമുണ്ടോ? റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊക്കെ പേര് കൊടുക്കാം. This equation is 1 and this is 2 ആണല്ലോ അല്ലേ? ഇനി ഒന്നാമത്തെ ഇക്വേഷന് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റുമല്ലോ. Q1 ഈക്വൽ ടു കിട്ടും. T1 നേരെ ലെറ്റ്സിലേക്ക് എടുത്താൽ പോരെ അല്ലേ? അല്ലെങ്കിൽ
you get two equations. Q1 equal to S2 minus S1 into T1. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ 2ന്ന് T2നെ LHസിലേക്ക് എടുത്താൽ നിങ്ങൾക്ക് Q2 is equal to എന്താ കിട്ടുക? S2 minus S1 into T2 എന്നും കിട്ടും. കറക്റ്റ് അല്ലേ? രണ്ട് പുതിയ ഇക്വേഷൻ കൂടെ കിട്ടി. പുതിയതല്ല, രണ്ട് ഇക്വേഷൻ കൂടെ കിട്ടി. നമ്മൾ 1ഉം 2ഉം മാറ്റിയതാണ്. എന്നിട്ട് എങ്ങനെ കിട്ടി? 3 and 4. ഓക്കെ, റൈറ്റ്. ഇക്വേഷൻ 3 and 4. ഇനി ഇവിടെ ഇപ്പോൾ സൈൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തുള്ളതൊക്കെ മയക്കുവാണ്. മുകളിൽ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 1ഉം 2ഉം ഒക്കെ മയക്കുവാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ I will delete all these things. Okay, now you listen. അപ്പോൾ ഇക്വേഷൻ 3ഉം 4ഉം നോക്കുക. അതിനകത്ത് നിന്ന് വാട്ട് ഇസ് Q1 മൈനസ് Q2? അതായത് 3 മൈനസ് 4 ചെയ്യാം. Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു എന്താ വരിക? Q1 മൈനസ് Q2 ഒന്ന് നോക്കിയാണേ. S2 മൈനസ് S1 കോമൺ അല്ലേ? അപ്പോൾ അതിനെ പുറത്തെടുക്കാം. S2 മൈനസ് S1 ഈസ് കോമൺ ഔട്ട് സൈഡ്. എന്നിട്ട് നമ്മൾ കുറക്കുന്നത് 3 4 Q1 മൈനസ് Q2. അപ്പോൾ മേലത്തെ T1 മൈനസ് എന്ത് വരും? T2 വരും. സോ ഇക്വേഷൻ 3 മൈനസ് 4 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക Q1 മൈനസ് Q2 ഈക്വൽ ടു S2 മൈനസ് S1 ഇൻറ്റു T1 മൈനസ് T2. ദിസ് ഈസ് ഇക്വേഷൻ 5. ആൻഡ് ഈ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇക്വേഷൻ ഹാസ് സം ഇമ്പോർട്ടൻസ്. എന്താ നോക്കാം. എന്താണ് ഈ Q1 മൈനസ് Q2? നിങ്ങൾ പറ. നമ്മൾ കാർനോട്ട് എഞ്ചിൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. സോഴ്സിൽ നിന്നും Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് സിങ്കിലേക്ക് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. അതിനിടെ ഒരു കാര്യമുണ്ട്. എന്തെന്ന്? Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു W വർക്ക് അത് ചെയ്യും അല്ലേ? എന്ത് ചെയ്യുന്നു? ശരിക്കും Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, W വർക്ക് ചെയ്യുന്നു, എന്നിട്ട് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഹീറ്റ് Q1 മൈനസ് Q2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് ഡൺ ആണ്, W ആണ് അല്ലേ? സോ ഇൻ ദി അബോവ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ 5, Q1 മൈനസ് Q2 എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ് അല്ലേ? എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇൻ ദി സൈക്കിളാണ്. അപ്പോൾ ഒരു സൈക്കിളിൽ ചെയ്ത വർക്കാണ് ഇവിടെ Q1 മൈനസ് Q2 എന്ന് പറഞ്ഞാൽ. റൈറ്റ്. സോ വർക്ക് W is equal to S2 മൈനസ് S1 ഇൻറ്റു എന്താണ്? T1 മൈനസ് T2. കറക്റ്റ് അല്ലേ? എന്താ S2 മൈനസ് S1? നിങ്ങൾ TS ഡയഗ്രത്തിലേക്ക് വാ. S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ S2 ഈസ് ദിസ് പോയിന്റ്. ഓക്കെ, S1 ഈസ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ S2 മൈനസ് S1, ദിസ് ഈസ് S2, ദിസ് ഈസ് S1. അപ്പോൾ S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, അടുത്തത് എന്താ? T1 മൈനസ് T2. ദിസ് ഈസ് T1 ആൻഡ് ദിസ് ഈസ് T2. ഓക്കെ, അപ്പോൾ T1 മൈനസ് T2 എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ S2 മൈനസ് S1 ഇൻറ്റു T1 മൈനസ് T2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്താ? ഏരിയ അല്ലേ? സോ ദിസ് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. അവിടെ അറിയില്ലല്ലോ. റെക്റ്റാങ്കിൾ ABCD. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? TS ഡയഗ്രത്തിൽ യെസ്, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ABCD എന്താണ്? നമ്മുടെ കാർനോട്ട് സൈക്കിൾ ഇൻ TS ഡയഗ്രാം അല്ലേ? അപ്പോൾ അതിൻ്റെ ആ TS ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നർത്ഥം? വർക്ക് ഡൺ കിട്ടുന്നർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ PV ഡയഗ്രാം വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. PV ഡയഗ്രത്തിൻ്റെ ആ കർവിൻ്റെ താഴെയുള്ള ഏരിയ ആണ് വർക്ക് ഡൺ എന്നുള്ളത്. പറഞ്ഞിട്ട് പഠിച്ചോർമ്മയില്ലേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം അത് അല്ലേ? അതേപോലെ ഇവിടെ ഒരു കാർനോട്ട് സൈക്കിളിൻ്റെ TS ഡയഗ്രാം വരച്ചാൽ ആ കിട്ടുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണോ അതായിരിക്കും ആ കാർനോട്ട് സൈക്കിളിൽ നിങ്ങൾക്ക് കിട്ടുന്ന
വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. കാര്യം ക്ലിയർ അല്ലേ? സോ വർക്ക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി TS ഡയഗ്രാം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് എന്ത് കാണാം? യെസ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എഫിഷ്യൻസി. എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈറ്റ ഈക്വൽ ടു ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ Q1 മൈനസ് Q2 ബൈ അല്ലേ Q1, റൈറ്റ്. അല്ലെങ്കിൽ 1 മൈനസ് Q2 ബൈ Q1 അങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. ആൻഡ് ദിസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ Q1 മൈനസ് Q2 എന്താ? ഇക്വേഷൻ 5 നോക്കുങ്ങൾ എന്താ? Q1 മൈനസ് Q2 S2 മൈനസ് S1 ഇൻറ്റു T1 മൈനസ് T2 ആണ് Q1 മൈനസ് Q2 ആൾ ഡിവൈഡ് ബൈ Q1. എന്താ Q1? ഇക്വേഷൻ 3 S2 മൈനസ് S1 ഇൻറ്റു T1. കറക്റ്റ് അതല്ലേ Q1 എന്ന് പറഞ്ഞാൽ? അപ്പോൾ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു S2 മൈനസ് S1 ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ S2 മൈനസ് S1 ഇൻറ്റു T1. അപ്പോൾ മേലെയും താഴെ S2 മൈനസ് S1 കാണാം അല്ലേ? കാണുന്നില്ലേ? മേലെയും താഴെ എന്തുണ്ട്? S2 മൈനസ് S1. അപ്പോൾ അതെന്ത് ചെയ്യും? ക്യാൻസൽ ആവും അല്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? യെസ്, റിമൈനിങ് ഈസ് T1 മൈനസ് T2 ബൈ T1 അഥവാ 1 മൈനസ് T2 ബൈ T1. നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന ഇക്വേഷൻ തന്നെ. ഒന്ന് ഞാൻ അവിടെ കൊള്ളിക്കാം, എന്നാൽ പിന്നെ മയക്കണ്ടല്ലോ. നമുക്ക് കിട്ടിയത് എന്താണ്? S2 മൈനസ് S1 ക്യാൻസലായിട്ട് ബാക്കിയുള്ളത് T1 മൈനസ് T2 ബൈ T1 എന്നാണ് അല്ലേ? ഇതാ T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ദാറ്റ്സ് ഈക്വൽ ടു T1 ബൈ T1 ഈസ് 1 മൈനസ് T2 ബൈ T1. ഓർമ്മയുണ്ടോ എഫിഷ്യൻസി അല്ലേ? ഇതല്ലേ ഇക്വേഷൻ അല്ലേ? ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 1 മൈനസ് T2 ബൈ T1. T2 ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് സിങ്ക് വേർ T1 ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് അല്ലേ? സോ 1 മൈനസ് T2 ബൈ T1 ആണ് എഫിഷ്യൻസി. കറക്റ്റ് അല്ലേ? ഈ ഇക്വേഷൻ തന്നെ നേരത്തെയും കിട്ടിയത് അല്ലേ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോ നന്നായിട്ട് പഠിക്കുക. ചെയ്ത സ്റ്റെപ്സൊക്കെ റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. ഓക്കെ, നമ്പറൊക്കെ അറിയാമല്ലോ. സോ എനിവേ, താങ്ക് യു.